ഇന്നെന്താ എൻ്റെ യൂട്യൂബ് ചാനലിൽ സിനിമ കാണിക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. ഇത് നല്ല ഒറിജിനൽ ടൈഗർ ആണ്. അതും ഇവിടെ മുംബൈയിലെ തന്നെ ഒരു വലിയ സൂവിൽ പോയിട്ട് എടുത്തതാണ് കേട്ടാ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ കാണാം. പതിവ് പോലെ ഇന്നെന്താ നിങ്ങളിലേക്ക് ഒരു കാഴ്ച എത്തിക്കുക എന്നുള്ള ആലോചനയായിട്ട് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഓർത്തത്. എൻ്റെ കൂടെ ഇന്ന് അമ്മയുണ്ട്. മുംബൈയിൽ നിന്നുള്ള ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ ഒരു വലിയ തെളിവാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് നല്ല സ്നേഹമുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റുകൾ അയക്കുന്നുണ്ട്, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോരോ സജഷനും തരുന്നുണ്ട് കേട്ടോ വീഡിയോന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഞാൻ ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ ഞാൻ ഇനി ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിലുള്ള ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ബൈക്കള സ്റ്റേഷനിലാണ്. സൗത്ത് മുംബൈയിലാണ് കേട്ടോ ബൈക്കള വരുന്നത്. ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ പാസ് ചെയ്യുന്നത് ബൈക്കള വഴിയാണ്. അതുപോലെ തന്നെ പരേൽ, ചിഞ്ചുപൊക്ലി, മസ്ഗൗൺ എന്നിവയാണ് കേട്ടോ ഇതിൻ്റെ ബോർഡറിലുള്ള പ്ലേസുകൾ എന്ന് പറയുന്നത്. പിന്നെ സെൻട്രൽ ലൈനിലാണ് ബൈക്കള സ്റ്റേഷൻ വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഫാസ്റ്റ് ട്രെയിൻ പിടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ദാദർ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേഷൻ ബൈക്കുളയാണ്. പിന്നെ ബൈക്കുളയ്ക്ക് ശേഷം CST. അതുപോലെ തന്നെ നമ്മൾ സ്ലോ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ചിഞ്ചുപുക്ലി സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് ബൈക്കുള സ്റ്റേഷൻ വരുന്നത്. ബൈക്കുള സ്റ്റേഷൻ കഴിഞ്ഞിട്ട് സാൻഡസ്റ്റ് റോഡ് വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങിയേ. കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ പണിത ടൈപ്പ് ഒരു ബിൽഡിംഗ് ആയിരുന്നു ബൈക്കുള സ്റ്റേഷൻ്റെ. അതെ, പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ബൈക്കുള എന്നുള്ള നല്ലൊരു അടിപൊളി സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ ആർക്കും പറ്റുന്നത് പോലെ ഞങ്ങൾക്കും ഒരു അബദ്ധം പറ്റി. കാരണം ഈ മുംബൈയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേഷൻ്റെ ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ നമുക്ക് പോകേണ്ടത് എന്നുള്ള കാര്യമാണ്. നമ്മൾ പുറത്തിറങ്ങി എന്നിട്ട് ഇതുപോലത്തെ ടാക്സി ഒക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോകേണ്ടത്, നമ്മുടെ സ്വന്തം വണ്ടി ഇല്ലെങ്കിൽ. കാരണം ഇവിടെ ഓട്ടോ ഇല്ല കേട്ടോ. ഈ മുംബൈ സൈഡിൽ ഓട്ടോ ഇല്ല, ടാക്സി ഇല്ലു. പിന്നെ ഇതുപോലത്തെ ബസ്സുകളൊക്കെ കിട്ടും. പുറത്താണെങ്കിൽ നല്ല മഴയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോയ സൈഡ് മാറിപ്പോയേ. നമ്മൾ അവിടുന്ന് തിരിച്ചു വന്നത് ഈ സൈഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത് CSTയിലോട്ട് പോകുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ്. പക്ഷെ നമുക്ക് പോകേണ്ടിയിരുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടായിരുന്നു കേട്ടോ. ഇവിടെ മുംബൈയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഈ ഒരു കാര്യമാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസ്റ്റിലോട്ടാണോ പോകേണ്ടത് വെസ്റ്റിലോട്ടാണോ പോകേണ്ടത് നോക്കി ഇറങ്ങുന്നതാണ്. ആ ഒരു സൈഡ് ഇത് എങ്ങനെയായിരുന്നേ. നേരത്തെ അപ്പുറത്ത് നമ്മൾ കണ്ടില്ലേ ഒരു ബ്രിട്ടീഷ് ടൈപ്പ്, ഈ സൈഡ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ മഴയാണെന്ന് ഒരു കൂസലും ഇല്ലാതെ ആൾക്കാരൊക്കെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ വിൽക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നേ. നമുക്ക് ഇനിയിപ്പോൾ നേരെ നടന്ന് പോകേണ്ടത് അപ്പുറത്തെ സൈഡിലോട്ടാണ്. മഴയാണെങ്കിൽ ഇപ്പോൾ പെയ്യുന്ന പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോകണം. ഇവിടെ ഒരു ബൈക്കുള്ള മാർക്കറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ പോകുന്ന സൂ ഉള്ളത്. സാധാരണ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഏട്ടൻ്റെ ഒക്കെ കൂടെ വണ്ടി എടുത്തിട്ടാണ് കേട്ടോ വരാറുള്ളത്. ഇതിപ്പോൾ ഞാനും അമ്മയും ട്രെയിൻ പിടിച്ചിട്ടാണ് വരുന്നത്. കാരണം ഏട്ടനൊക്കെ തിരക്കിലാണ്. അങ്ങനെ ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേൻ്റെ താഴെ കൂടി ഇങ്ങനെ ക്രോസ് ചെയ്യാനുള്ളൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. അത് ക്രോസ് ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്നത് സൂവിൻ്റെ ഇൻ ഗേറ്റിലേക്കാണ്. അപ്പം ഇനിയുള്ള കാഴ്ചകൾ വളരെ നമുക്ക് എൻജോയബിൾ ആയിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോകരുതേ. എന്നാലേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും സജഷൻസും എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കും വേണേ. വിശന്നിരിക്കുന്ന ഒരാളുടെ മുന്നിൽ സദ്യ വിളമ്പി വെച്ച അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് ഇതിനകത്ത് കയറിയപ്പോൾ. കാണാനാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെടികളും മരങ്ങളും പൂക്കളും, അതായത് പ്രകൃതിയും എനിമൽസും ഒക്കെയാണ് ഞാനിനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ഷൂട്ട് ചെയ്യും എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു വെപ്രാളത്തിലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത്. ഇത് ഈ മുംബൈ സൂവിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈനാണ്. ഇതിവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ ഈ ഒരു ഉദ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശനം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ 9:30 മുതൽ 6 മണി വരെയുള്ള സമയത്തിനുള്ളിൽ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ പുറത്തിറങ്ങണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ സമയം ഇതിനകത്ത് ചിലവഴിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരുപാട് ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വർക്കിംഗ് ഡേയിലാണ് പോയത്. അതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ടിക്കറ്റിൻ്റെ അവിടെയൊന്നും. പക്ഷേ അകത്തൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. എന്നാലും വലിയ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു തിരക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ടിക്കറ്റിന് അഡൾട്ടിന് 50 രൂപയും ചിൽഡ്രന് 25 റുപ്പീസും കേട്ടോ ടിക്കറ്റിൻ്റെ ഇത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എല്ലാ ഫ്രൈഡേയും കുട്ടികൾക്ക് ഫ്രീ ആണ് ഇവിടെ. അതുപോലെ തന്നെ വെനസ്ഡേ
വർക്കിംഗ് അല്ല കേട്ടോ, വെനസ്ഡേ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ പരിസരത്തൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇൻ ചെയ്തു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഉദ്യാനൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികളാണ്. ഒരു വലിയൊരു ഗാർഡനിൽ, ഒരു പാർക്കിൽ നമ്മൾ പോയ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ. അങ്ങനെയാണ് ഇവിടെ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ സ്ഥലത്തും ഇങ്ങനെ ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ പോയി എന്തൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ പോയത് ഇതുപോലുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വെറും ഒരു എൻട്രി മാത്രമാണെന്നാണ് വിചാരിച്ചത്. എന്താണ് കാഴ്ചകൾ ഒന്നും എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ രണ്ട് സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോഴുണ്ട് ഒരു പക്ഷി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വെച്ചു എന്തോ ദേശാടന പക്ഷിയായിട്ടായിരിക്കും ഇത്, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കാണ് ആ മരത്തിൻ്റെ മുകളിൽ ഫുള്ള് ആ ഒരു ടൈപ്പ് കൊക്കായിരുന്നു. ഇത് ദേശാടന പക്ഷികളിൽ വരുന്ന എന്തോ ഒരു ടൈപ്പ് കൊക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കതിൻ്റെ സയൻറ്റിഫിക്കലായിട്ടുള്ള പേരൊന്നും അറിയില്ല. പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് തരം കൊക്കുകൾ ഇതിനകത്തുണ്ടായിരുന്നേ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ആ മരത്തിലൊക്കെ മുഴുവനായിട്ട് ആ ഒരു ടൈപ്പ് കൊക്കായിരുന്നു. പിന്നെ ഇത് നമ്മളെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന കൊക്കില്ലേ നോർമലി. പിന്നെ രണ്ട് വലിയ അരയന്നം പോലത്തെ രണ്ട് വലിയ പക്ഷികളുണ്ടായിരുന്നു. പിന്നെ കുറേ ടൈപ്പ് വെറൈറ്റി ഓഫ് കൊക്കുകളായിരുന്നു കേട്ടോ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും കേട്ടോ. അത് മാത്രമല്ല ഇവിടുത്തെ ഒരു അന്തരീക്ഷമില്ലേ, ഇപ്പം ഇന്ന് ഭയങ്കര മഴയായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. എന്നാലും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു തണുപ്പും, പ്രത്യേകിച്ച് നമ്മൾ ഈ സിറ്റി ലൈഫിലൊക്കെ ജീവിക്കുമ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വരുവാണെങ്കിൽ ശരിക്കും നമ്മുടെ മനസ്സും ശരീരമൊക്കെ നല്ലൊരു തണുപ്പ്, നല്ലൊരു ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ സമയം ഞാൻ അതിനൊക്കെ നോക്കിയിരുന്നേ. അത് എന്താ ചെയ്യുന്ന അവിടെ എന്നറിയില്ല കേട്ടോ. അത് കഴുത്ത് മേലോട്ടാക്കിയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നേ. ഇതും വേറൊരു ടൈപ്പായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, അതിൻ്റെ അവിടെ നമ്മൾ കണ്ട ടൈപ്പിൻ്റെ ഒക്കെ കൊക്കിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയൊക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് അടുത്ത ഡയറക്ഷൻ അവിടെ ഉണ്ടാവും, അടുത്തത് എന്താണ് കാണാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഓരോ ഇതുപോലുള്ള സംഭവത്തിൻ്റെ പുറത്തും ഫുള്ള് മരങ്ങളാണ്. ഒരു സ്ഥലത്ത് കണ്ട മരങ്ങൾ പിന്നെ വേറൊരു സ്ഥലത്ത് കാണാനില്ല. അതായത് ഫുള്ള് വെറൈറ്റി മരങ്ങളും പൂച്ചെടികളും അതൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇനി ഇതാ അടുത്ത സ്ഥലത്തോട്ട് പോവാന്നേ. ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ഗ്ലാസിൻ്റെ കുറേ എന്തൊക്കെയുണ്ട് അവിടെ. ഇതിൻ്റെ അകത്ത് ആനയായിരുന്നു തോന്നുന്നുട്ടോ. പക്ഷെ ആന ഉണ്ടായിരുന്നല്ലോ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ. ഇതിന് മുന്നേ നമ്മൾ വന്നപ്പോൾ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആനേനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയാണെങ്കിൽ ഇതാ ഇവിടെ ഇതുപോലെയുള്ള സീറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ സമയം നടന്നിട്ട് അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ലേ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആ ഒരു കെട്ടിടത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയില്ലേ, അതാണ് കേട്ടോ ശരിക്കും ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ എത്തിച്ചേർന്നത്. താഴെ വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ പോലെ നല്ല മോഡേൺ രീതിയിൽ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ അണ്ടർഗ്രൗണ്ട് വഴി ഇതുപോലെയൊക്കെ ഇറങ്ങാൻ പറ്റും. ഈ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോകുകയാണെങ്കിൽ ശരിക്കും നല്ല ത്രില്ലായിരിക്കും കേട്ടോ. ഇത് ക്രോക്കഡൈലിൻ്റെ ഏരിയ ആണ്. ഇതിൻ്റെ അപ്പുറത്ത് നല്ല മുതലക്കുളമൊക്കെ ഉണ്ട്. കുറേ മുതലകളും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്തെ സൈഡിലുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ മുകളിൽ ഭാഗം കണ്ടില്ല, ഇതുപോലെയാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അണ്ടർഗ്രൗണ്ട് വഴി ഇതുപോലെയൊക്കെ പോകുന്നതാണ്. പിന്നെ പുറത്തോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വലിയ പുഴ പോലെയുള്ള സംഭവമാണ്. കല്ലും പുഴയും ശരിക്കും ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കാട്ടിലൊക്കെ നമ്മൾ പോകില്ലേ, ആ ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ അവരവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൊക്കെ മുതലയാണ് കേട്ടോ ഉണ്ടാവൽ. പിന്നെ നമ്മൾ അതിനൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഇതാ വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളും ചെടികളും ഔഷധ ചെടികളും അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് പ്രകൃതി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അമ്മയാണെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇരുന്നിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. അമ്മക്ക് ഇങ്ങനത്തെ കുട്ടികളൊക്കെ കൂട്ടി പോയൊരു ഫീലാണ്. അമ്മേനൊക്കെ കൂട്ടിയിട്ട് പോയാലേ ഫുള്ള് എൻജോയ് ചെയ്യും. അതാണ്, അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കൂടി ഉണ്ടാകുമ്പോൾ അതും ഒരു രസമല്ലേ. അങ്ങനെ ഇതാ നടന്ന് പോയി. പിന്നെ പാമ്പുകളും അതൊക്കെ ഉള്ള ഒരു ഏരിയയിലോട്ടാണ് ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള നോളജ് നമുക്ക് ഇതുപോലുള്ള സംഭവത്തിൽ നിന്നൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പോയി കാണാം. അപ്പം നമുക്ക് അതിനൊക്കെ കാണുമ്പോൾ ഈ ഒരു ഐഡിയ നമ്മളെ മനസ്സിലോട്ട് വരും. അത് നല്ല കാര്യമാണ്. പിന്നെ നമ്മൾ എത്തിച്ചേർന്നത് ഇതുപോലെ ആമേൻ്റെ കൂട്ടിലേക്കായിരുന്നേ. ഓരോ ലൈറ്റിൻ്റെ താഴെ ഓരോരോ ആമയുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ അതിനൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നടത്തം തുടർന്നു.
എന്താ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ ആ ആമേൻ്റെ കൂടില്ല, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചെറിയ കുളം പോലെ ആക്കിയിട്ട് കുറേ ആമകൾ അതിനകത്ത് ഉണ്ടായിരുന്നേ. ഇതുപോലെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് ആമയൊക്കെ. പിന്നെ ഇത് അടുത്ത സ്ഥലം, ഇനിയിപ്പം നമ്മൾ ബേർഡ്സ് പാരഡൈസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടത്തേക്ക് പോവാം. ഓരോ സ്ഥലത്തേക്കും പോകേണ്ട ഡയറക്ഷൻ ഇല്ലതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വഴി തെറ്റൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക്. അതുപോലെ നമ്പർ ഇട്ടിട്ടുണ്ടാവും കേട്ടോ ഓരോ ബോർഡിനും. നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ നമ്മളെ മുന്നിലേക്ക് കാണാനുണ്ട് അതൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഓരോ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, അതിനൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു കാഴ്ചയും മിസ്സാവാതെ ഓരോ നമ്പറായിട്ട് കണ്ടിട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമേ. അങ്ങനെ അതുവഴി നമ്മൾ നടന്നു പോവാം. ഇവിടെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ പറ്റിയൊരു സ്ഥലമാണ്. കാരണം കാഴ്ചകളും കാണാം, വിശ്രമിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ കളിക്കാനുള്ള പാർക്കും ഉണ്ട്. അങ്ങനെ നമുക്കൊരു ദിവസം മുഴുവൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിത് ബേർഡ്സ് പാരഡൈസിൽ നമ്മൾ കണ്ടത് കുറേ തത്തകളെയൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടത് വെച്ചാൽ ചാര കളറിലും വെള്ള കളറിലും കറുപ്പ് കളറിലൊക്കെയുള്ള കുറേ തത്തകളാണ് കേട്ടോ. പച്ച തത്തകളെയാണ് നമ്മളധികം കണ്ടിട്ടുള്ളതെങ്കിലും ഇതുപോലുള്ള തത്തകളുണ്ട് എന്നൊക്കെ നമുക്കിത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു അവിടെ. ഇതിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഇല്ലേ, ആ ഒരു കൂടും പിന്നെ ആ ഒരു ശരിക്കും അവർക്ക് ആ ഒരു കാട്ടിലത്തെ ഒരു ആ അന്തരീക്ഷമൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് നടക്കാനുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ വെളിയിലായിട്ട് നമുക്കിപ്പോൾ ഗ്ലാസ്സിലൂടെ നോക്കിയാലാണ് കേട്ടോ ഇതിനൊക്കെ കാണാൻ പുറത്തോട്ട്. അതായത് അവരൊക്കെ ഇപ്പോഴും പ്രകൃതിയിൽ ജീവിക്കും പോലെ തന്നെ അതേ ഒരു സിറ്റുവേഷനിലാണ് അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ തത്തകളൊക്കെ ഉണ്ട്. വലിയൊരു തത്തയായിരുന്നു അത് ഞാൻ ദൂരത്തുനിന്ന് എടുത്തുകൊണ്ട് അത്ര വലുതായിട്ട് നിങ്ങൾക്ക് തോന്നൂല. അങ്ങനെ അതുവഴി നടന്ന് ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ പോകേണ്ടത്. കണ്ടില്ലേ ശരിക്കും ഇവർക്കൊക്കെ ആ ഒരു കാട്ടിൽ ജീവിക്കുന്ന അതേ ഒരു ഫ്രീഡവും അതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ബേർഡ്സ് പാരഡൈസിൻ്റെ പുറത്തുള്ള ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നമുക്ക് ശരിക്കും ഒരു ഒറിജിനാലിറ്റിയാണ് ഫീൽ ചെയ്തത്. ഒരു കാട്ടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മഴയും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ഫീല് ശരിക്കും കിട്ടിയേ. പിന്നെ ഇത് കുട്ടികളൊക്കെ കളിക്കുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് പെൻഗ്വിനെ കാണാൻ പോവാം. ഈ ഒരു സൂവിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇത് മുംബൈ സൂ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ റാണി ബാഗ് എന്നും വീര ജീജാബായി ഉദ്യാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ് കേട്ടോ ഇത്. ലോകത്തിന്റെ വിവിധ കോർണറിൽ നിന്നുള്ള ഒരുപാട് അനിമൽ സ്പീഷീസുകൾ ഈ ഒരു സൂവിലും ഉദ്യാനത്തിലായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സസ്യലതാദികളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. ഉദ്യാനത്തിൽ വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെൻസിനും ലേഡീസിനും വേറെ ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറും അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള കഫറ്റീരിയയും ഈ ഒരു ഉദ്യാനൻ്റെ അകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ പുറത്തുനിന്നുള്ള ഫുഡ് അലൗഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കൊണ്ടുവരുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ 2-3 ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അതായത് ഇവിടെ ഫുഡ് കഴിക്കാൻ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, അവിടെ ഇരുന്നിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറൊന്നും അലൗഡ് അല്ല, പകരം പേപ്പർ ബാഗുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ താഴെ കളയാതെ, അതായത് താഴെ ഒന്നും വീഴാത്ത രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കും വേണം. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയേ. ഇനിയിപ്പോൾ നമുക്ക് അഥവാ ഫുഡ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം. വലിയൊരു കഫറ്റീരിയ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മളിനി കാണാൻ പോകുന്നത്. പെൻഗ്വിനെ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇതിന് ഒരു സൈഡിലായിട്ടാണ് പെൻഗ്വിൻ്റെ ഇത് വരുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ കഫറ്റീരിയ ഒക്കെ വരുന്നത്. പെൻഗ്വിൻ്റെ കാര്യം ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കേട്ടോ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു -डिग्री ടെമ്പറേച്ചറും അതുപോലെ തന്നെ മഞ്ഞുമലേൻ്റെ എഫക്റ്റൊക്കെ ഇല്ലേ, ആ ഒരു ക്ലൈമറ്റിലല്ലേ പെൻഗ്വിന് അതിജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് അതിൻ്റേതായ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഇവിടെ പെൻഗ്വിനെ വളർത്തുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ അകത്തോട്ട് പോവാം. ഹംബോൾട്ട് പെൻഗ്വിൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പെൻഗ്വിനെ കാണാമെന്നുള്ളത്. ഇത് വന്ന സമയത്തൊക്കെ പെൻഗ്വിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുടെ തിരക്കായിരുന്നു കേട്ടോ. ഇപ്പം ആൾക്കാർക്കൊക്കെ ഒരു സുപരിചിതമായ പോലെയാണ്. ഇത്ര അടുത്ത് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാമല്ലോ. വീഡിയോസിലും ഫോട്ടോസിലൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന പെൻഗ്വിനെ നേരിട്ട് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര അത്ഭുതമായിരുന്നേ. ഇതിപ്പോൾ ഞാൻ 2-3 വട്ടം ഇവിടെ വന്നത് കൊണ്ട് ആ ഒരു കാണാൻ നല്ല കൗതുകമൊക്കെ തന്നെയാണ്. എന്നാലും നമുക്ക് ആദ്യം കണ്ട ഒരു ഫീല് പിന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്നാലും അതിൻ്റെ കളികളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുവാന്നേ. 2 പെൻഗ്വിൻസ് തമ്മിൽ കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ.
അങ്ങനെ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുവാണേ. പെൻഗ്വിനൊക്കെ കണ്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും നമുക്ക് ഡയറക്ഷൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. അവിടുന്ന് നേരെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു കഫറ്റീരിയയിലേക്കാണ് കേട്ടോ എത്തുന്നത്. ഇവിടെ പുറത്തിരുന്ന് കഴിക്കാനൊക്കെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുപോലെ തന്നെ അകത്ത് വേണമെങ്കിൽ ഇതുപോലുള്ള സെറ്റപ്പുകളുണ്ട്. ഇവിടെ പിസ്സ, ബർഗർ അതുപോലെയുള്ള ജങ്ക് ഫുഡ്സും കിട്ടും. പിന്നെ അതുപോലെ ഇഡ്ഡലി, ദോശ, വട അതുപോലത്തെ ഫുഡും കിട്ടും കേട്ടോ, എല്ലാ ടൈപ്പ് ഫുഡ്സും കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങിയേ. പുറത്താണെങ്കിൽ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അത്രേ. ഇനി ടൈഗർ വരാനുണ്ട്, ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്, മാനുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇനിയും പോകാനുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഈ ഉദ്യാനൻ്റെ ഭംഗിയും കൂടെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നടന്ന് പോവാനേ. ഈ ഒരു സൈഡിൽ ഫുള്ള് റോസാ ചെടി നട്ടിട്ടുണ്ട്. പിന്നെ നാട്ടിലത്തെ കവുങ്ങിനെ പോലത്തെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ മേലെ അടക്ക പോലെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മാനുകളുടെ അടുത്തോട്ടാണ്. മാനിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജനറൽ നോളജും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളും അറിവുകളൊക്കെ കിട്ടുവേ. അപ്പോൾ എല്ലാവരും ഫ്രീ ടൈം കിട്ടുമ്പം ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങാൻ നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇവിടെ 2-3 മാനുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ മെയിൻ്റനൻസ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഉദ്യാനിൽ. ആൾക്കാരൊക്കെ ഫാമിലി ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നല്ലേ, പുലികളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇതാണ് പുലീൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഗ്ലാസിൻ്റെ അകത്തുകൂടി നോക്കുവാണേ, എവിടെയാണ് ഈ പുലികൾ ഒളിച്ചിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അങ്ങനെ മരത്തിൻ്റെ മുകളിലും ഇവിടെയൊക്കെ ഞാനിങ്ങനെ നോക്കിയേ. പിന്നെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പം ഞാൻ വെച്ചിട്ട് വെള്ളത്തിനകത്തായിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നേ. പക്ഷെ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇനി എല്ലാം കൂടി പുലി ഇവിടെ ഇല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ട് ഇതാ നോക്കുക, അതിലൂടെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. നമ്മൾ പുലിമുരുകനിലൊക്കെ കണ്ട പോലെ നല്ല വലിയ പുലിയായിരുന്നു കേട്ടോ. അതിങ്ങനെ അതിൻ്റെ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ നടന്ന് ഉലാത്ത് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്യാമെന്ന് തോന്നേ. ശരിക്കും കുറച്ചും കൂടി അടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് കാണാമായിരുന്നേ. നല്ല വലിയ പുലി തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഗ്ലാസ് ഡോറിൻ്റെ ഉള്ളിലൂടെ കാണുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കൊരു മങ്ങിയ പോലെ തോന്നുന്നത്. ഫുള്ള് ഗ്ലാസ്സാണ്. നല്ല കൊടും കാട്ടിലൊക്കെ ജീവിക്കുന്ന അതേ പ്രൗഢോടുകൂടിയാ തന്നെയാണ് കേട്ടോ ആ പുലികളൊക്കെ അവിടെ ജീവിക്കുന്നത്. പിന്നെ ഇതാ വലിയ വലിയ മരങ്ങളും നല്ല ഒരു തണുപ്പും പിന്നെ ഇവിടുത്തെ എയറിന് തന്നെ നല്ല ഒരു ഫ്രഷ്നെസ് ആയിരുന്നു കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഓടിച്ചാടി കളിക്കാനൊക്കെയുള്ള നല്ല ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സമാധാനത്തിൽ നമുക്ക് ഈ ഒരു ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ കാണുന്നത്. ഓരോ സ്പോട്ടും ഇവിടുത്തെ ഓരോ അനിമൽസിൻ്റെ കൂടുകളും എല്ലാം നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇവർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് തന്നെ. അപ്പോൾ കാണാൻ നമുക്ക് ഓരോരോ സ്ഥലത്തെത്തുമ്പോഴും പുതുമയുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കാണുന്നത് തന്നെ. പിന്നെ ഇത് നമ്മുടെ ബാലുക്കരടി. ഇത് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ, എന്താണെന്ന് അറിയില്ല. അതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുമായിരുന്നു. കുറേ സമയം അതൊക്കെ നോക്കി നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മോഡലിലാണ് ഓരോരോ സീറ്റും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇരിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കൂലേ. പിന്നെ ഇതൊരു നമ്മുടെ പണ്ടത്തെ മഹർഷിമാരുടെയൊക്കെ ഒരു ആശ്രമമൊക്കെ പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സിംഹത്തിന് വേണ്ടിയിട്ടുള്ള കൂട് ഒരുക്കുവാണേ. കമ്മിങ് സൂൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടൈഗറിനൊക്കെ കണ്ട് നേരെ നടന്ന് പോവാന്ന്. ഇനി അടുത്തുള്ള ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണെന്നുള്ളത് നോക്കിക്കൊണ്ടുള്ള നടപ്പാണ്. അങ്ങനെ കുറേ സമയം നടന്ന് മാപ്പൊക്കെ നോക്കി നമ്മളിനി ഏതൊക്കെയാണ് കവർ ചെയ്യാൻ ബാക്കിയുള്ളതെന്ന്. ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അവിടെയൊക്കെ എന്തോ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്കുള്ള വഴി അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ പറ്റിയില്ല. ഇത് നമ്മുടെ ശിവാജി മഹാരാജയുടെ കാലാഗൗഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ മുംബൈയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാൻ പറ്റും കേട്ടോ, ശിവാജി മഹാരാജൻ്റെ. അതുപോലെ എല്ലാ ഡയറക്ഷൻസും നമുക്ക് ഏതൊക്കെയാണ് കണ്ടത് അതൊക്കെ നമ്മൾ നോക്കി. ഇനി അടുത്ത വട്ടം വീണ്ടും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മേനോട് പറയുകയാണ് കേട്ടോ. അടുത്ത വട്ടം നമുക്ക് നേരത്തെ വരാം, എല്ലാ കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ പുറത്തോട്ട് പോകാൻ വേണ്ടി പോവാന്നേ. അവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുറത്തോട്ടുള്ള വഴി എന്ന് പറയുന്നത് കേട്ടോ. വരുമ്പം നമ്മൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തൂടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു പാലസിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. ആ മരത്തിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ടില്ലേ.
അങ്ങനെ ഏകദേശം ഒരു 2-3 മണിക്കൂറായി നമ്മൾ ഇതിനകത്ത് കയറിയിട്ട്. നമ്മൾ മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും എങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കണം ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ എക്സ്ട്രാ ബാക്കി പിന്നെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ ഈ സൂവും കാര്യങ്ങളും ഉണ്ട്, ഉദ്യാനമുണ്ട്. അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതുപോലെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരുവാണെങ്കിൽ പാർക്കിൽ കളിക്കാനും പിന്നെ റിലാക്സ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റൂട്ടാ. അങ്ങനെ ഞങ്ങളിത് തിരിച്ചു പോകുമ്പോൾ ഇവിടുത്തെ കുറച്ച് ഡബിൾ ഡക്കർ ബസ്സിൻ്റെ കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ബസ് ഡിപ്പോ ആണ്. ഇവിടെ ഡബിൾ ഡക്കർ ബസ്സുകൾ കണ്ടില്ലേ കുറേ. ഇതൊക്കെ മുംബൈ എന്ന് പറയുമ്പോൾ ഈ ഡബിൾ ഡക്കർ ബസ്സൊക്കെ അല്ലേ നമ്മളെ ഓർമ്മയിലൊക്കെ വരിക. അപ്പോൾ ആ കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ വൈകുന്നേര സമയത്ത് ഇതാ റോഡിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ വന്നിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പൊതിയൂട്ടാ, ബാർഗൈനൊക്കെ ചെയ്ത് ചെറിയ റേറ്റിന് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും. ഇത് നമ്മുടെ CST സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. CSTൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ള ബസ് ഡിപ്പോ ആണിത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.